ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസങ്ങളാണ് 2-3 ദിവസം. എന്തുകൊണ്ടെന്നാൽ എനർജി എന്നുള്ള സംഗതിക്ക് അപ്പുറം സിനർജി എന്നുള്ള സാധനം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ മൈ ലൈഫ് സ്റ്റൈൽ. അതിന് എന്റെ ആവേശത്തിൽ എന്റെ പേരും നാടൊന്നും പറയാതെ പോയാൽ പുതിയ ആൾക്കാർക്ക് ഇങ്ങനെ മറന്നു പോകുന്ന വിചാരിച്ച് ഞാൻ പറയാണ്. എന്റെ പേര് മുഹമ്മദ് അഷ്റഫ്. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് പരിചയപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ സാർ വളരെ ഭംഗിയായി പരിചയപ്പെടുത്തി ആദിവാസി വൈദ്യം, പ്രവാചക വൈദ്യം, അക്യുപഞ്ചർ, റൈക്കി, പ്രാണി ഹീലിംഗ്, ഹിപ്നോട്ടിസം എന്നൊക്കെ തുടങ്ങിയ വിവിധ മേഖലകളിൽ 10 വർഷത്തോളം സേവനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ, സ്വന്തമായി പല ക്ലിനിക്കുകളിൽ ഞാൻ പ്രൊഫസറൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അതിൽ തന്നെയുള്ള സമയത്ത് അതിലേക്ക് വരുന്നത്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു എന്ത് COVID-19. ഓക്കെ, ആ സമയത്ത് ഞങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് ഒരാളുമായി സമ്പർക്കം പുലർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്നിട്ട് ഞങ്ങൾ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കിപ്പോയി എന്ത് കോവിഡ് എന്നാണ് ഞങ്ങൾ വിടുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആയുഷിന്റെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളെ വിളിച്ച് ചോദ്യം ചെയ്ത സമയത്തൊക്കെ നമുക്ക് താങ്ങായി തുണയായി നിന്നത് മൈലൈഫിന്റെ ടാഗ് ആയിരുന്നു. നമുക്കറിയാം അത് നിർബന്ധമായിട്ടും മെമ്പർഷിപ്പ് കാർഡ് എടുത്തോളാ, തൊഴിലാളി യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തോളാ. തൊഴിലാളി യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ തൊഴിലാളി യൂണിയന്റെ അതിൽ എംപ്ലോയി യൂണിയനോട് ചോദിക്കുക, അതിൽ ക്ഷേമനിധി ഉണ്ടോ ചോദിക്കുക, അതിലും മെമ്പർഷിപ്പ് എടുക്കാം. ക്ഷേമനിധിക്ക് മാസത്തിൽ 100 രൂപ അടക്കണം, ഒരു വർഷം 1200 രൂപ അടക്കണമെന്നേ ഉള്ളൂ. പക്ഷെ 60 വയസ്സായാൽ നമ്മൾ അടച്ച പൈസ മൊത്തവും തിരിച്ചു കിട്ടും. ഒരു 58 വയസ്സുള്ളപ്പോഴും അതിൽ ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. 60 ആയാൽ പിന്നെ അവര് ചേർത്തൂല. 58 വയസ്സാകുമ്പോഴും നമുക്കതിൽ ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. ചെയ്താലുള്ള ഗുണം എന്താ ചോദിച്ചാൽ, ഒരു 2-3 വർഷം നമ്മൾ അതിലേക്ക് പ്രവേശിച്ചാൽ ഒരു പെണ്ണിന് പ്രസവം നടന്നാൽ അതിന് 10-15,000 രൂപ ക്ഷേമനിധിയിൽ നിന്ന് കിട്ടും. വീട് പണിക്ക് 10,000 രൂപ കിട്ടും. ആക്സിഡന്റ് അസുഖങ്ങൾക്ക്, ആശുപത്രി കേസുകൾക്ക് ഒക്കെ പൈസ കിട്ടും. അപ്പൊ ഇതിനോട് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി നിങ്ങൾ അറിയാണ്. വലിയ പൈസ ഒന്നും വേണ്ട. തൊഴിലാളിയാണോ എങ്കിൽ എംപ്ലോയി യൂണിയനിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുക. മടിക്കരുത്, ചെയ്യാൻ മടിക്കരുത്. അതിന് ചില്ലറ കാര്യം കൊണ്ട് വലിയ കാര്യങ്ങൾ നേടാൻ സാധിക്കും. മനസ്സിലായില്ലേ? അല്ലാതെ ഇവിടെ 3 ലക്ഷത്തിന് ഇൻഷുറൻസ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ആരെയും മെമ്പർഷിപ്പ് എടുത്താൽ പിറ്റേന്ന് തട്ടിപ്പോകും. മനസ്സിലായില്ലേ? ദൈവം പറഞ്ഞിട്ട് കൊടുത്താൽ പോലുള്ളത്. ആക്സിഡന്റ് ആയാലല്ലേ 3 ലക്ഷം കിട്ടുള്ളൂ. അത് മനസ്സിലാക്കണ്ടേ? നമ്മളിവിടെ ദീർഘായുസോടെ കൂടി ജീവിക്കാനാണ് കമ്പനി അവസരം എടുക്കുന്നത്. അതിനാണ് വെൽനസ് ഉൽപ്പന്നങ്ങൾ തന്നത്. വെൽനസ് ഉൽപ്പന്നങ്ങൾ നമ്മൾ പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് പിറകിൽ ഒരു സയന്റിസ്റ്റ് ഉണ്ടോ നോക്കണം. ഏതൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് പിറകിലും ഒരു സയന്റിസ്റ്റ്, ഒരു PhD എടുത്ത് ഒരു M.Pharm B.Pharm ഒക്കെ കഴിഞ്ഞ് ഗോൾഡ് മെഡലിസ്റ്റ് ആയി ഒരു വലിയ നോമിനന്റ് അവാർഡൊക്കെ നേടിയിട്ടുള്ള ഡോക്ടർ D.B. അനന്തനാരായണ സാർ എന്ന് പറയുന്ന വലിയ ജീനിയസ് സയന്റിസ്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി തരുന്നത് നമ്മൾ ഓർക്കണം. രണ്ടാമത്തെ കാര്യം, ഈ പ്രൊഡക്റ്റുകൾക്ക് GMP അംഗീകാരം ഉണ്ടോ, ആയുഷ് പ്രീമിയം ഉണ്ടോ, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉണ്ടോ നോക്കണം. എന്നാലുള്ളൂ നമ്മൾ ഈ അന്തസ്സുള്ള ജോലി ചെയ്യുന്നു എന്ന് പറയാം. ക്വാളിറ്റി ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊടുത്താലും നമുക്ക് പൈസ ഉണ്ടാക്കാം, വീട് വെക്കാം, മക്കളെ കെട്ടിച്ചയക്കാനൊക്കെ പറ്റും. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം കൊടുക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മനസ്സിലായില്ലേ? മൂന്നാമത്തെ കാര്യം, ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റ് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമുള്ളതാണോ, GMP സർട്ടിഫൈഡ് കമ്പനിയാണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ മുൾട്ടാനി ഫാർമ, സൂര്യ ഹെർബൽസ് പോലത്തെ കമ്പനികളിൽ നിന്ന്, മാനുഫാക്ചറിംഗ് യൂണിറ്റുകളിൽ നിന്നാണ് നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിച്ചു തരുന്നത് എന്നുള്ളതും നമ്മുടെ ഭാഗ്യമാണ്. നാലാമത്തെ കാര്യം, ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അവർക്ക് ഗുണമുണ്ടോ എന്ന് നോക്കണം. അഞ്ചാമത്തെ കാര്യം, ആ പ്രൊഡക്റ്റ് വിറ്റ് അവന്റെ ഗുണം കിട്ടി നമുക്ക് വേറെ അനന്തര ഫലം ഗുണമുണ്ടോ എന്ന് നോക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. അതാണ് ഈ ISO 9001-2050 എന്നൊരു സർട്ടിഫിക്കേഷൻ. ഇനി അതിന് പുറമെ ഒന്നും കൂടി പറയാനുണ്ട്. വാങ്ങണ ആൾക്ക് കാണാൻ ചേരും പോലുള്ളതാണോ ഇത് നോക്കണം. ആണോ, രസമുണ്ടോ നമ്മുടെ പ്രൊഡക്റ്റ് രസമുണ്ടോ? എല്ലാവരും ചോദം വരുന്ന. പക്ഷെ മൈ ലൈഫിന് ആർക്കും അറിയില്ലെങ്കിലും എലമെന്റ്സ് വെൽനസ് അറിയാത്ത ആളുണ്ടാവില്ല. എലമെന്റ്സ് വെൽനസിന്റെ മാത്രം പേര് പറഞ്ഞിട്ട് നിന്ന് മുന്നോട്ട് പോയാൽ മതി. മൈ ലൈഫ് പറഞ്ഞോളണമെന്നില്ല. കണ്ടോ? അപ്പൊ PT ഉഷ ഇന്ത്യ എന്ന് മാത്രം എഴുതിയാൽ ഓരോർക്ക് കത്ത് എത്തും. എന്താ കാരണം? പണ്ട് PT ഉഷന്റെ അച്ഛന്റെ പേരിലായിരുന്നു PT ഉഷ അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ PT ഉഷന്റെ അച്ഛൻ ആരുടെ പേരിൽ അറിയപ്പെടുന്നു? ഞാൻ PT ഉഷന്റെ അച്ഛനാണ് പറയാൻ നടക്കുകയാണ്. അയാൾ പേരും പ്രശസ്തി നല്ലതാണെങ്കിൽ അയാൾക്ക് തന്തമാര് കൂടുന്നതാണ്.
അത് നിങ്ങൾ നല്ല കുട്ടിയാണ്, നിങ്ങൾ അയൽവാസിക്കാക്കി പറയും, അമ്മോങ്കാക്കി പറയും എൻ്റെ കുട്ടിയാണെന്ന് പറയും. നല്ലതല്ലെങ്കിൽ സ്വന്തം തന്തി പറയും ഇൻ്റെതല്ലാന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ നന്നാവാൻ നോക്കുക. പരമാവധിയിലധികം നന്നാക്കിയ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. പിന്നെ നിത്യോപയോഗമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ക്ലീൻ ചെയ്യാൻ, നമ്മുടെ പ്രകൃതിയെ ക്ലീൻ ചെയ്യാൻ, വീടിന്റെ അകത്തളം വൃത്തിയാക്കാനുള്ള ഉൽപ്പന്നങ്ങൾ. ഇത്ര നല്ലൊരു കമ്പനി എവിടെ നിന്ന് കിട്ടും? എനിക്കിത് ഫസ്റ്റ് നമുക്കിത് പറയാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഈ ടോയ്ലറ്റ് ക്ലീനർ നമ്മൾ ഉപയോഗിക്കുന്നത് രീതി അറിയാതെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചില പ്രശ്നങ്ങൾ. ഹൈജീനിക് ആണ്, ഫ്രണ്ട്ലി ബാക്ടീരിയ എന്ന് പറഞ്ഞ പ്രകൃതിക്ക് ആവശ്യമുള്ള എയറോബിക് പിന്നെ ബാക്ടീരിയാസുകളും അണാറോബിക് ബാക്ടീരിയാസുകളും ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രകൃതിക്ക് വേണ്ട ബാക്ടീരിയകൾ നശിപ്പിക്കാത്തതായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ക്ലീനറുകളൊക്കെ. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് അതിൽപ്പെട്ടതാണ്. പ്രകൃതിക്ക് ആവശ്യമുള്ള ബാക്ടീരിയ ഒന്നും നശിക്കാതെ ആവശ്യമില്ലാത്ത ദോഷം ഉണ്ടാക്കുന്ന, രോഗങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മളെ അകത്തളം വൃത്തിഹീനമാക്കുന്ന എല്ലാം ബാക്ടീരിയയും നശിപ്പിക്കും. നമുക്കത് ഉപയോഗ രീതി അറിയില്ല. നമ്മൾ അങ്ങനെ കഴുകുക ചെയ്യും സാധാരണ. എന്നിട്ട് നമ്മളെ മനസ്സെന്നെ പറയുന്നത് പതയില്ലേ, ഒരു സ്മെല്ലും ഇല്ലേ, നമ്മൾ തന്നെ പറയൂലേ. നമ്മളങ്ങനെ പഠിച്ചത് കുട്ടിക്കാലം മുതലേ പത ഉള്ളതാ പഠിച്ചത്. നമ്മൾ വായിലുള്ള പത പറയാതെ ഇറക്കും, അതൊരു ടേസ്റ്റ് ആയിട്ടൊരു ഗ്യാസ് ഇല്ല. നമ്മളെ പഠിപ്പിച്ചത്, നമ്മളെ പഠിപ്പിച്ചു വെച്ച പല കാര്യങ്ങൾ. ഇന്നിപ്പോ 3 വർഷമായിട്ട് നമ്മുടെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരാള് ഇതിന്റെ മുമ്പ് എന്നോട് വിളിച്ച് പറയാണ്, എന്താ അറിയോ, ഞാൻ കോളേജിൽ ഒന്ന് കൊണ്ടുവരേണ്ടിന്ന്. 3 വർഷമായി മൈലൈഫ് ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നാലും അവന്റെ മനസ്സിൽ നിന്നും അത് കോൾഗേറ്റ് ആണ്. വേസ്റ്റ് എന്ന് പറയാൻ പഠിച്ചിട്ടില്ല. കോൾഗേറ്റ് എന്നുള്ളത് മനസ്സിൽ കുത്തിവെക്കുന്ന പരസ്യങ്ങളാണ് നാളിത് വരെ നമ്മെ നയിച്ചത്. ആ പരസ്യങ്ങളുടെ ആളുകൾക്ക് കൊടുക്കുന്ന 60%, ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും നൽകുന്ന 60% ആ ഒരു പൈസ കോടികളാണ്. ആ 60% കോടികൾ നമുക്ക് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തന്ന് വീടും പറമ്പും ഉണ്ടാക്കി തരാണ് മൈലൈഫിന്റെ MD ചെയ്യുന്നത്. നല്ല കൈഡ് കൊടുക്ക്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമ്മളെ അക്കൗണ്ടിൽ ബന്ധം വേണ്ടതില്ല. നമ്മളെ മൂത്രക്കല്ല് പോയാൽ നമ്മളത് പോയി വാങ്ങൂലേ, നമ്മളെ മൈഗ്രൈൻ മാറിയാൽ നമ്മളത് പോയി വാങ്ങൂലേ, നമ്മളെ പല്ലുവേദന മാറി ആ പേസ്റ്റ് ചോദിച്ചു വാങ്ങൂലേ. അതോടുകൂടി ബിസിനസ് തീർന്നു എന്ന് കരുതിയാൽ പോലെ. പക്ഷേ കമ്പനിയുടെ MD അതല്ല ചെയ്യുന്നത്. നിങ്ങൾ ആധാർ കാർഡ് ഇതൊന്നും കിട്ടില്ല. നിങ്ങൾ 2-3 വട്ടം വരുമ്പോ എനിക്കൊരു സന്തോഷത്തിന് എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ട് ഒരു അഡ്രസ്സിങ്ങാണ്. അങ്ങനെ നമ്മുടെ അഡ്രസ്സൊക്കെ വാങ്ങി വെച്ചു. നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നു തുടങ്ങി ഇല്ലേ? ആ പൈസ ഇന്നുള്ളതല്ല, നാളെ അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ 2,51,208 രൂപ TDF ഫണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. അത് ഞാൻ അഭ്യർത്ഥിച്ചതാണ്. പിന്നെ റിവാർഡ് വിന്നറായി എന്നുള്ളത് എന്നോടൊരാൾ വിളിച്ചു പറഞ്ഞു, സാർ നിങ്ങളുടെ സൈറ്റ് നോക്കിയോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഞാനെന്തിനാ സൈറ്റ് നോക്കലേ ഇല്ലാത്തൊരു മനുഷ്യനാണ്, ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം എന്റെ ആവശ്യമില്ല. മാസത്തിലൊരു മിനിമം പർച്ചേസ് നടത്തേണ്ട ആവശ്യമുള്ളൂ. വരുമാനം ഞാൻ പണിയെടുക്കണമെങ്കിൽ തരും, ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണിയെടുത്തില്ല എന്ന് കരുതിയാൽ മതി അല്ലേ? പണിയെടുത്തിട്ട് തരാതെ ഇരുന്നിട്ടില്ലല്ലോ, പണിയെടുക്കാതെ കൊടുക്കൂല. അതാണ് സിസ്റ്റം. കണക്ട് ദ സിസ്റ്റം. സിസ്റ്റത്തിൽ അതുണ്ടോ കറക്റ്റ് ആയിട്ട് നടന്നിരിക്കും. നമ്മളിതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കേറി സംസാരിച്ച ഒരാൾക്ക് കേൾവിണ്ടായിരുന്നില്ല. കേൾവില്ലാത്തത് കൊണ്ട് അയാളെ എന്ത് ചെയ്തു, 2-3 സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ അപ്ലൈ ലീഡർ പറഞ്ഞിട്ട് കേൾക്കാത്ത എന്തെങ്കിലും വേണ്ടി ഒഴിവാക്കുക? ഞങ്ങൾക്കും കേൾവിയില്ലല്ലോ. കേൾവി 2 തരണ്ടേ. ഒന്ന് ഫിസിക്കലി പാടയുടെ പ്രശ്നം, മറ്റൊന്ന് ഹൃദയത്തിന്റെ പ്രശ്നം. നന്നാവാൻ വിധിക്കാത്തവൻ കേൾക്കൂലതെന്ന്. നല്ലതെന്ത് പറഞ്ഞാലും അവന്റെ ചവിട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്ക് പോലും എന്നിട്ടല്ലേ പലപ്പോഴും പോവുക. അങ്ങനെ അടച്ചു വെച്ച് കേൾക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറയണം, ഞാൻ എന്റെ ടീമിനോട് പറയണേ, എന്റെ ടീമിൽ വന്നാലൊക്കെ ഒന്ന് കൈപോത്തിക്കൊന്ന് ഒന്ന് നോക്കി. ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലെ? ഒരുപാട് സന്തോഷം. ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാട് ആളുകൾ വേറെ ഉണ്ടാവും കേട്ടോ. പക്ഷെ വിധിയുള്ളവർക്കുള്ളതാണ് ഈ ഒരുമിച്ച് കൂടൽ. എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ വിധി ഉണ്ടായിക്കോണമെന്നില്ല. നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാറുണ്ടോ? ഇപ്പൊ എല്ലാവരും പല പള്ളിയിലും പോകൂലേ? അവിടെ പള്ളിയിൽ നടക്കേണ്ടതൊക്കെ അവിടെ നടക്കൂലേ? അമ്പലത്തിലെ സമയങ്ങൾ അത് നടക്കൂലേ? ചർച്ചിലെ വിശേഷങ്ങൾ അവിടെ നടക്കൂലേ? വിധിയുള്ള നാളങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ ദൈവം അവന്റെ ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തി അവൻ അറിയാത്ത മാർഗത്തിൽ അവൻ ഉയർത്തു. ഇപ്പൊ RTC റാങ്കിൽ ഞങ്ങളെ ലീഡേഴ്സ് അയച്ചു തന്നതില് കേരളത്തിൽ ഏറ്റവും മുന്തിയ, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ട് ഇൻകം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 1ാം നമ്പറിലാണ് എന്റെ പേര് വന്നിരിക്കുന്നത്. ഇത്
നമ്മുടെ സ്ഥിതി അങ്ങനെയാണെന്ന് കരുതിയാൽ മതി. എല്ലാ നിലയിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസരങ്ങളാണ് നമുക്ക് ദൈവം ഇതിലൂടെ തുറന്നു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ നിൽക്കുമ്പോ ഇത് ചെയ്യണോ ചെയ്യണ്ടേ? ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിന് ചെയ്യുന്നു, എങ്ങനെ ചെയ്യണം, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം കണ്ടെത്തണം. ഇപ്പോഴും ചില ആളുകൾ ട്രാക്കിൽ കയറിയിട്ടില്ല, കളി കാണാണ്. സത്യത്തിൽ ചരിത്രം സൃഷ്ടിച്ചതും ചരിത്രം രചിച്ചതും ഒക്കെ ആരാന്നറിയോ? കളിക്കാരാണ്, ഗ്യാലറിയിൽ ഇരിക്കണവരല്ല. ആണോ? ഗ്യാലറിയിൽ ഇരിക്കണമെന്ന് പറയും. മെസ്സി അങ്ങനെ അടിക്കല്ല, ഇപ്പുറത്തും കൂടെ കൊടുക്കുന്നതൊക്കെ പറയണ്ടോ? അല്ലേ? അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. ആ ഗോളി ഇല്ലാത്തവർക്ക് കൂടി അടിച്ചുകൊണ്ട് ഗോളാവുന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആളുണ്ടാവും. എവിടെ ഇരുന്നിട്ടാ പറയണത്? ഈ ഇന്ത്യയിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടോ മത്സരത്തിന്? ഇന്ത്യന്റെ കളിയുണ്ടോ? കേരളത്തെ മത്സരത്തിന് ഇന്ത്യൻ എന്താ സെലക്ട് ചെയ്യാന്? എന്നിട്ട് നമ്മൾ ഈ ചില്ലിന്റെ മുമ്പിൽ 3:30-4:30 മണിക്ക് 4 വരെ ഇതുവരെ നമ്മുടെ GTS പറഞ്ഞപ്പോ ആ സമയത്ത് പറ്റൂല. ഇവിടെ ഒരു അച്ചീവ്മെന്റിന്റെ പാർട്ടി വെക്കുന്ന കാര്യം പറയുമ്പോൾ ഒരാൾ വോയിസ് ലീഡർ ഇട്ടെന്നു. രാവിലെ ആയാൽ പറ്റൂല, കുട്ടികളുടെ സ്കൂൾക്ക് പോണ സമയമാണ്. ഇനി ഉച്ചക്കാക്കിയ വേറെ രക്ഷിതാവ് വന്ന് പറയും കുട്ടികളുടെ സ്കൂളിൽ വരുന്ന സമയമാണ്. നമ്മൾ എന്ത് നടത്തും? നമുക്ക് നടത്താൻ പറ്റൂല. ഞാൻ പറയാം, ജനങ്ങൾക്ക് പറ്റാത്ത സമയത്ത് നമ്മളിത് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളൂ. വീട്ടിലുള്ള വരും. ബാക്കിയുള്ള സമയത്ത് ഞാൻ എന്ത് പറഞ്ഞു, ഇനി എന്റെ കാർ എടുത്തിട്ട് ഓരെ കാണാൻ ഞാൻ അങ്ങോട്ട് പോകും. അവർക്ക് എന്നെ കാണാൻ പറ്റില്ലല്ലോ, അപ്പൊ എനിക്ക് ഓരെ കാണാൻ പോതിണ്ടല്ലോ, അവിടെ പോകും. അതേ പറയാൻ പറ്റുള്ളൂ. എല്ലാവരും സമയമൊന്നും കരുതിയിട്ട് നിങ്ങൾ കാത്തിരിക്കരുത്. കടലിലെ തിരമാലകളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം കോട്ടെടുത്ത് പോവാൻ ഒരു മുക്കുവൻ തീരുമാനിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് കടലിനെ പറ്റി ഒന്ന് പഠിക്കാം. ഈ തിരമാലകളൊക്കെ ഈ തലയ്ക്ക് മാത്രമേ ഉള്ളൂ വേവ്സ്. ഉള്ളിൽ വേദിച്ച് കടന്നു കഴിഞ്ഞാൽ അത് ശാന്തമാണെന്ന് പഠിക്കാം. അവിടെ ചെന്നാൽ അവിടെ സ്രാവുകൾ മറിയുന്നതും ഡോൾഫിൻ തിരിഞ്ഞ് കളിക്കുന്നതും കാണാം. അവിടെ ഒരുപാട് കൂട്ടമായിട്ട് ടൺ കണക്കിന് മത്സ്യങ്ങൾ ഒരേ നിലയിൽ സഞ്ചരിക്കുന്നത് കാണാം. അവിടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ കാണാം. ആ പക്ഷികൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൂടി അവിടെ ചുറ്റും മീൻ നടക്കുന്നുണ്ടെന്ന്. പക്ഷികൾക്ക് അത് കാണാനുള്ള ദൈവികമായ ശക്തിയുണ്ട്. ആ പക്ഷികൾ അത് കണ്ടു. അവർക്ക് ഏത് ഓളങ്ങൾക്കിടയിലും ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങളുടെ കണ്ടെത്താൻ കഴിയും. ഞാൻ ലക്ഷദ്വീപിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 100-300ഓളം മീൻ എന്റെ മുമ്പിലൂടെ ഇങ്ങനെ വന്നു, ഒരേപോലെ ഒന്നിച്ച് സഞ്ചരിക്കുന്നുണ്ട്. എനിക്ക് അത്ഭുതം കൊണ്ട് കണ്ണ് തള്ളിപ്പോയി. വലിയ മീൻ, നമ്മളിവിടുത്തെ കണ്ട മീനൊന്നല്ല, വലിയ മീൻ. 100-300-400ഓളം മീൻ ഇങ്ങനെ വന്നപ്പോ ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, ദ്വീപുകാരോട് വിളിച്ച് പറഞ്ഞു, എടോ ഞാൻ മീൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഒരു ശാസ്ത്രം അറിയാം, കടലിന്റെ ശാസ്ത്രം അറിയാം. അതേപോലെ MILF-ന്റെ ഈ പ്ലാനിന്റെ ശാസ്ത്രം പഠിച്ചാലേ ഇതിൽ കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്നോട് അവൻ പറഞ്ഞു, എപ്പോഴേ കണ്ടത് വെച്ചു. ഞാൻ 5 മിനിറ്റ് മുമ്പ്. എന്നാ ഞാനിത് വരണ്ട വരെടുത്തിട്ട് പറഞ്ഞു. ഞാനത് വരെടുത്ത് വരണേ വീട്ടിൽ നിന്ന് വരികയാണേ. ഈ ഞാൻ കണ്ട സാധനം പോയില്ലേ. അപ്പൊ ഞാൻ കൗതുകത്തോടെ കൂടെ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അത് വരും. കുറെ കഴിഞ്ഞപ്പോ അത് വീണ്ടും വന്നു. അവിടെ എത്തുന്നതിന് മുമ്പ് അത് വീണ്ടും പോയി. അപ്പൊ വന്ന് വലക്കെടുത്ത് സാവധാനം ഇങ്ങനെ ഒരുങ്ങണുണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇനി വരുമ്പോ ഒരുങ്ങിയെന്ന് പറഞ്ഞു. അത് പോകില്ല, അവിടെ ഉണ്ടാവുന്ന. അതാണ് കടലിന്റെ ശാസ്ത്രം. കുറെ കഴിഞ്ഞപ്പോ അത് വീണ്ടും വരുന്നതിന് മുമ്പ് അവൻ ആ വല അവിടെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിന് 10-100-200 കുടുങ്ങി കിട്ടി. ഇതാണ് ഒരു ശാസ്ത്രം. എന്നതുപോലെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വല വിരിക്കേണ്ട സമയം എപ്പോഴാണ്? നിങ്ങൾക്ക് വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ നോക്കാതെ നിങ്ങളുടെ പിറകിലുള്ളവർക്ക് വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പൊ ഇന്നലെ ഞാൻ അവിടെ മലപ്പുറത്ത് ഗസ്റ്റ് ആയിട്ട് വന്ന ആളോട് പറഞ്ഞു, സർ ഞാൻ NTC റാങ്കിൽ നിന്ന് ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുകയാണ് സ്റ്റേജിലേക്ക്, എനിക്കൊരു ഉപദേശം തരുമോ ചോദിച്ചൂടെ? 13 വർഷമായി മൈലേജ് ചെയ്യുന്ന ഒരാളിൽ നിന്ന് കിട്ടുന്ന ആ ഉപദേശത്തിന് പവർ ഉണ്ടാവില്ലേ? അതല്ലേ നമ്മൾ മുത്തിന് വില കൂടാൻ കാരണം എന്താ? ആയിരക്കണക്കിന് വർഷമായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളോളമായിട്ട് അത് കടലിന്റെ അടിയിൽ പോയിരിക്കുകയാണ് മുത്ത് ചിപ്പി. ആ ചിപ്പി അത് ഇതുവരെ പിന്നെ തുറന്നിട്ടില്ല. തുറക്കുന്നതാണ് യഥാർത്ഥ ചിപ്പിയുടെ മുത്ത്. അത് ഒറ്റക്കല്ലി മുത്താണെങ്കിലോ അതിന് വില മതിക്കൂല. അതാണ് യഥാർത്ഥ മുത്ത്. അങ്ങനെയാണിത്. അങ്ങനെ 13 വർഷക്കാരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചോദിച്ചു വാങ്ങാണ്, സർ എനിക്ക് NTC എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഉപദേശം തരാനുണ്ടോ? അതേ ഒന്ന് സ്റ്റെക്കായി. ഒരുപാട് ഉപദേശം തരാൻ രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ പറഞ്ഞാലും തീരാതെ ആഴ്ചകളോളം പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. നമുക്കൊന്ന് ഇരുന്ന് നോക്കാം, കടപ്പുറത്തൊന്ന് ഇരുന്ന് നോക്കാം. പറഞ്ഞാൽ തീരൂല, മാസങ്ങളോളം പറഞ്ഞാൽ മൈ ലൈഫ് തീരൂല. അങ്ങനെ അഗാധമായി ആഴങ്ങളിൽ ഓടിയിടാൻ നമുക്ക് പഠിക്കണം പ്ലാനിലൂടെ.
അപ്പോഴാണ് നമുക്ക് ഈ പ്ലാനിന്റെ മഹത്വം മനസ്സിലാവുക. അപ്പൊ ക്ഷീണം ഉണ്ടാവില്ല, മഴ വെയിൽ പ്രശ്നം ഉണ്ടാവില്ല, രാത്രിയിൽ ഉറക്ക പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ടീമിലുള്ള ആളുകൾ നമ്മെ എല്ലാ പ്രോഗ്രാമിനും വിളിക്കുന്നു. എല്ലാ പ്രോഗ്രാമിനും നമ്മളില്ലാതെ അവർക്ക് ഒരു ഉത്സാഹമില്ല. നമ്മുടെ പ്രോഗ്രാമിന് നമ്മൾ പോയി കൊടുത്താലേ അവർക്കൊരു സന്തോഷമുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളാം, നിങ്ങളുടെ ടീമിൽ വർക്ക്ഷോപ്പ് നടക്കുന്നില്ല, നിങ്ങളുടെ ടീമിൽ വളർച്ച വളരെ മുരടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ടീമിനെ നോക്കാൻ ആളില്ലാതിരിക്കുന്നു, നിങ്ങളുടെ ടീമ് നിങ്ങളെ തന്നെ ലക്ഷ്യം വെച്ച് നിലനിൽക്കുന്നു. അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പോകണം. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ MC ചെയ്യുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറാ. ഞാനില്ലെങ്കിലും MC നിൽക്കും, നടന്നു പോകുന്നു. മനസ്സിലായോ? അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം. ഞാനില്ലെങ്കിലും ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമുകളും നടന്നു പോകണം, അവരില്ലെങ്കിലും നടന്നു പോകണം, അവരുടെ ശേഷക്കാരിലേക്ക് അത് കൈമാറണം. അങ്ങനെ ആയിരിക്കണം. മനസ്സിലായല്ലോ? ഒരു വെളുക്കിന്റെ തിരി, ഒരു പ്രകാശം നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചു തന്നു, നിങ്ങൾ മെഴുകുതിരിയിലേക്ക് ഏൽപ്പിച്ചു തന്നു. ഇവിടെ പ്രകാശം കൂടുന്നല്ലാതെ ഇന്റത് വല്ലതും കുറയും ഇല്ലല്ലോ. അങ്ങനെ എല്ലാവരിലേക്കും ഏൽപ്പിച്ചു തിരി കൊടുത്താൽ നമുക്ക് സാധിക്കണം. പിന്നെ അദ്ദേഹം തന്ന ഉപദേശം, നിങ്ങളെ ഒരു പ്രോഗ്രാമിന് അവർ വിളിക്കണില്ല എന്ന് കരുതിക്കൊള്ളി. അതിന്റെ അർത്ഥം അവർ വളർന്നിട്ടുണ്ട് എന്താ? അതിന്റെ അർത്ഥം അവർ വളർന്നിട്ടുണ്ട് എന്ന് അർത്ഥം വെക്കരുത്. നിങ്ങൾക്ക് എന്തൊക്കെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതിൽ ബാലപാഠങ്ങളുടെ അസ്ഥിവാരമാണ്. ഇത് പഠിപ്പിക്കാൻ യോഗ്യനാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വീണ്ടും പറയുന്നത്, നമ്മളിവിടെ ഒരു പ്ലഗ്, ആ പ്ലഗിൽ നിന്ന് കൺസ്ട്രക്ഷൻ വയർ വെച്ചു, കോഡ് വെച്ചു, അതിൽ നിന്ന് 3-4 ഒരാൾ സ്ഥിരിടുന്നു, മറ്റൊരാള് അവിടെ ടിവിക്ക് കുത്തി കൊടുത്ത് TV കാണുന്നു, മറ്റൊരാള് ടോർച്ച് കുത്തിച്ചിരിക്കുന്നു, മറ്റൊരാൾ അപ്പുറത്തെ ഇത് ഉപയോഗപ്പെടുത്തിട്ട് എന്തെയ്യുന്നു, മൊബൈൽ ചാർജ് ചെയ്യുന്നു. എല്ലാം നടന്നു പോകണം. ഇതേ പ്ലാനിൽ ഒരാൾ വീടുണ്ടാക്കണം, ഇതേ പ്ലാനിൽ ഒരാൾ വാഹനം വാങ്ങണം, ഇതേ പ്ലാനിൽ എല്ലതും നടന്നു പോകണം. പക്ഷേ കരണ്ട് വരുന്ന ഭാഗം വിച്ഛേദിക്കപ്പെട്ടാൽ തീരും ഇതൊക്കെ. കരണ്ട് വരുന്ന ഭാഗം വിച്ഛേദിക്കപ്പെടരുത്. അവിടുന്ന് അവിടെ അതൊക്കെ നിൽക്കൂലേ? അപ്പൊ ഈ ഒരു എനർജി വേവ്സ് നിലനിന്ന് പോകണം. അതാണ് ഇതിന്റെ മഹത്തമായ അവസരം. നിങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര പൈസ ഉണ്ട്? എന്തൊക്കെയോ ബുദ്ധിപരമായിട്ട് നമ്മൾ ചെയ്തില്ലേ? നമുക്ക് ബുദ്ധി ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ആ അറിവുണ്ട്, ഈ അറിവുണ്ട്, ഇന്നാരും ഉപദേശിക്കാൻ വരണമെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടല്ലോ. എങ്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ ഇപ്പൊ എത്ര പൈസ ഉണ്ട്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് മരണപ്പെട്ടു എന്ന് കരുതാം, നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് എവിടുന്ന് വരുമാനം വരും? മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ മക്കൾ നോക്കിയിട്ടാണ്, ഭർത്താവ് പോയിട്ടാണ് വീട്ടിലേക്ക് വരുമാനം വരുന്നതെങ്കിൽ നാളെ വീട്ടിലേക്ക് വരുമാനം വരുന്ന മാർഗം അടഞ്ഞു പോയാൽ എവിടെ നിന്ന് വരുമാനം വരും? അവിടെയാണ് 3 തലമുറയിലേക്ക് കണ്ണ് നോക്കി ചിന്തിച്ചുകൊണ്ട് നോക്കി അവരുടെ ഭാവി ഓർത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട മൈലേക്കിന്റെ പ്ലാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ 3 തലമുറ, നിങ്ങളുടെ അച്ഛൻ വെച്ച തെങ്ങിൽ നിന്ന് നിങ്ങളുടെ തേങ്ങ അരച്ച് കറി വെച്ച് ഉപയോഗിക്കുന്നെങ്കിൽ ആ അച്ഛനെ ഒന്ന് ഓർക്കണം. അയാൾ അന്ന് കുമ്പിട്ട് കൊരിഞ്ഞ് വിയർത്ത ഒരു തുള്ളി ആ മണ്ണിൽ പതിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. ആ വിയർപ്പിന്റെ തുള്ളിയാണ് ഇന്ന് നമ്മുടെ സുഗന്ധവും പ്രകാശവുമായ ഭാവി. അല്ലെങ്കിൽ കടമ്പ ക്ഷേത്രത്തിൽ പോയിട്ട് തേങ്ങ വാങ്ങി നോക്ക്, എത്ര രൂപ വരും? ഇന്ന് കോഴിക്കോട് ഒരു ടീം കാറെടുത്തിട്ട് കടമ്പ ക്ഷേത്രത്തിൽ മുട്ടിറക്കാൻ വേണ്ടി വന്നിരുന്നു. ഒരു തേങ്ങയ്ക്ക് എത്ര കൊടുത്തിട്ടുണ്ടാവും? സ്വന്തം വീട്ടിൽ ആ തേങ്ങ ഉണ്ടെങ്കിൽ ആ പ്രശ്നമില്ല. അപ്പൊ സ്വന്തമായി വെച്ച് പിടിപ്പിക്കാം. കുറേ ആളുകൾക്ക് ഈ അവസരം കൊടുക്കാം. നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യാൻ ഒരേ ആൾക്കാരെ നടക്കുമ്പോൾ ടെൻഷൻ വരിക. വർക്ക് ചെയ്യുന്നവരായിട്ട് എല്ലാവരും കാണരുത്. ഒരു 100 ആൾക്ക് അവസരം കൊടുത്താൽ അതിൽ ഒരാൾ മതി വർക്ക് ചെയ്യാൻ. ഞാൻ കാരണം എന്റെ അപ്ലൈ ലീഡർ ഉമർ ഉസ്താദിന് 29 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന് 1 രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ കാരണം അയാൾക്ക് കിട്ടുന്നതിൽ എനിക്ക് സന്തോഷം ഉണ്ടാവാൻ പാടുള്ളൂ. എനിക്കിങ്ങനെ അവസരം തന്നില്ലേ? എന്റെ ഉമ്മ പറഞ്ഞിരുന്നു അയാളെ പോലീസിൽ ഏൽപ്പിക്കുന്നൊക്കെ. കാരണം എന്റെ നല്ലപോലെ കുട്ടീനെ കേടെടുത്തി, നല്ല ചികിത്സ അറിയണേ. വീട്ടിൽ ആര് വന്നാലും ചികിത്സിച്ചാൽ 10,000 1000 കിട്ടിയാലും സ്വന്തം കൃഷിയിൽ വെച്ചിരുന്ന് ആ പണി 5-6 വർഷമായിട്ട് ചെയ്യാതെ ഈ കുട്ടി മന്ദപ്പായി നടക്കണേ. അങ്ങനത്തെ ഒരു കുട്ടീനെ ഇങ്ങനെ ആക്കിയതിന് അയാളെ കേസ് കൊടുക്കുന്നു പറഞ്ഞിരുന്നു. ഞാൻ എന്റെ ഉമ്മാരോട് പറഞ്ഞു, എനിക്ക് പരാതി ഉണ്ടെങ്കിലല്ല കേസ് എടുക്കുള്ളൂ. അവിടെ നിങ്ങൾ പരാതി കാര്യമുണ്ടോ? എനിക്ക് പരാതി ഉണ്ടെന്നും കൂടി ഞാൻ പറഞ്ഞാലേ അവിടെ കേസ് ഫയൽ ചെയ്യുള്ളൂ.
ചുരുക്കി പറഞ്ഞാൽ ഇത് അറിയാത്തവര്, ബെല്ലി സാർ പറയുന്നത് പോലെ അറിയാത്തവർ എതിർക്കുകയും അറിയുന്നവർ വാരിപ്പുണരുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഡയറക്ട് സെല്ലിംഗ്. ഇത് നിങ്ങൾ ഈ മേഖലയിൽ നിന്ന്, ഞാൻ 2008 ആദ്യമായി ഡയറക്ട് സെല്ലിംഗിൽ വരുന്നത്. പക്ഷെ ആ കമ്പനിയിൽ നിന്ന് എനിക്ക് വരുമാനമൊന്നും കിട്ടിയില്ല. പക്ഷെ അനേകം അസുഖങ്ങൾ മാറ്റിയിട്ടുണ്ട് ഞാൻ ആ കമ്പനിയിലൂടെ. പക്ഷെ ആ കമ്പനി ഞാൻ വിട്ടു പോരാനുണ്ടായ കാരണം അതുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല, വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ പ്ലാൻ മോശമായതുകൊണ്ട് ഞാൻ അതിൽ പോന്നു. പക്ഷെ ഞാൻ ആ കമ്പനിയെ കുറ്റം പറയില്ല. കാരണം എന്താ, അവര് കാരണമാണ് ഞാൻ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയത്. ഇവിടെ തന്നെ പാൻ കാർഡ് തുടങ്ങിയവർ ഇവിടെ വന്നത് കാരണം തുടങ്ങിയവരില്ലേ? പാൻ ഇല്ലാത്തവർ ഇവിടെ വന്നതിന്റെ പേരിൽ പാൻ എടുത്തവരില്ലേ? അല്ലെങ്കിൽ അവർക്ക് പാൻ കാർഡ് എന്തിന് ചിന്തിക്കണം? അപ്പൊ ഒരു കമ്പനിനെ ഞാൻ കുറ്റം പറയൂല. എന്റെ കമ്പനി ഇന്ന് മൈ ലൈഫ് സ്റ്റൈലിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ പഠിച്ച ഒരു അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. അതിന് തെളിവാണ് നമ്മുടെ ബാങ്കിലിരിക്കുന്ന സുരേഷ് കണ്ണൻ സാർ. 100 കമ്പനിയുടെ പ്ലാൻ പഠിച്ച വ്യക്തിയാണ്. മൈ ലൈഫിന്റെ പ്ലാനാണ് തെരഞ്ഞെടുത്തത്. പോയോ? സാർ ബാക്കിലുണ്ട്, പിന്നെ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ പ്ലാനും ഒന്ന് പഠിക്കണം. ആ പഠിച്ച പ്ലാനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാം, 10 വർഷം മൈ ലൈഫിൽ നിങ്ങൾ നിന്നു എന്ന് കരുതി വരുമാനം തരുമോ കമ്പനി? ഒരു കമ്പനി തരൂല. പക്ഷെ 10 വർഷം മൈ ലൈഫ് ചെയ്ത ഒരാളെ പറ്റി നിങ്ങൾ പഠിക്കുക, അയാളുടെ അച്ചീവ്മെന്റുകൾ. എന്നിട്ട് 10 വർഷം മറ്റൊരു കമ്പനി ചെയ്ത ആളുകളുടെ അച്ചീവ്മെന്റുകൾ പഠിക്കും. ഇപ്പൊ തന്നെ എന്റെ എല്ലാ ലീഡേഴ്സും മറ്റ് കമ്പനികളിലൊക്കെ ഉണ്ടായിരുന്ന എന്റെ ലീഡേഴ്സ് എന്നോട് പറയാണ്, തലപ്പത്തായി പോയി പോരാൻ യാതൊരു മാർഗമില്ല, എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. നിങ്ങളെ കൂടെ കൂടണം അല്ലെങ്കിൽ അതിൽ തന്നെ നിൽക്കണം എന്നിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം അവർക്ക് കിട്ടുന്നതിന്റെ 6 ഇരട്ടി വരുമാനം ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ റിസ്ക് ഇല്ല. ഉണ്ടോ? മൈ ലൈഫിനെ മനസ്സിലാക്കിയ ആൾക്കാർ റിസ്ക് ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ റിസ്ക് തോന്നിയിട്ടേ ഇല്ല അന്ന് മുതൽ ഇന്ന് വരെ. പക്ഷെ ആ റിസ്ക് ചോദിച്ചു വാങ്ങുക പഠിച്ചവനോട്, ദൈവമേ എനിക്ക് കുറച്ച് റിസ്ക് ആണ് പഠിച്ചവൻ. റിസ്ക് മാത്രം പോരാ. അറബിയില് റിസ്ക് എന്താ? റിസ്ക് എന്താ? ഭക്ഷണം ധാന്യം നൽകുന്നവനെ അർത്ഥം. റിസ്കാണ് ഭക്ഷണശാലകൾ പറയുന്നതാണ്. റിസ്ക് അല്ല ഞാൻ ചോദിച്ചത്, ആ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. എന്താ പറഞ്ഞത്? റിസ്ക് തന്നെ. റിസ്ക് ചോദിച്ചു വാങ്ങാനാണ്. എനിക്കത് ഇഷ്ടമാണ്. എന്തിനും ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ അതിന്റെ അവസാനങ്ങളിൽ ദൈവം എന്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ? ഒരു സുഖം വെച്ചിട്ടുണ്ടാവുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമരപടായിട്ടുണ്ട്. ഒരു തേനീച്ചയുടെ തേനിനെ പറ്റി നോക്ക്. തേന് നിങ്ങൾക്ക് എടുക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സുഖം, അതിന്റെ ആസ്വാദനം, അതിന്റെ ഔഷധ വീര്യം. പക്ഷെ തേനീച്ചയുടെ കുത്തേർക്കും. അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഠിച്ചാൽ. സാധനം ക്വാളിറ്റി ഉണ്ട്, പക്ഷെ എടുക്കാൻ ചെല്ലുന്നിടത്തും ആണ് ക്വാളിറ്റി. അത് എടുക്കേണ്ട രൂപത്തിലായിട്ടേ കുത്തുള്ളൂ. റോസാപ്പൂ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, വർണ്ണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, മണക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, സ്മെല്ല് ചെയ്ത് നോക്കിക്കോ കുഴപ്പമൊന്നുമില്ല. അതിന്റെ മര്യാദ ഉണ്ടെങ്കിൽ കുത്തേൽക്കും ഇല്ലേ? ചെമ്പരത്തി അല്ലെ നമ്മുടെ താമര, അതിനെ എല്ലാവർക്കും കൊണ്ട് കിട്ടാതിരിക്കാൻ ആ ചളി കൊണ്ടായിട്ടുള്ളത് പഠിച്ചോ അല്ലെ? അപ്പൊ നമ്മൾ ഏതൊന്നിനും ഒരു ചെറിയ റിസ്ക് വെച്ചു കൊടുത്തത് റിസ്ക് മനസ്സിലാക്കി സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. സുഖം മനസ്സിലാക്കണോ? മൈ ലൈഫിന്റെ സുഖം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തം നാട്ടിലെ ഈ ബസ് യാത്ര മറക്കണം. നിങ്ങളൊന്ന് ഇടയ്ക്ക് ബോട്ട് യാത്ര ചെയ്യണം, പിന്നെ നിങ്ങൾ കപ്പൽ യാത്ര ചെയ്യണം, പിന്നെ നിങ്ങൾ വിമാന യാത്ര ചെയ്യണം, പിന്നെ നിങ്ങൾ ഹെലികോപ്റ്റർ യാത്ര ചെയ്യണം. നിങ്ങളെല്ലാമാണ് ബോധ്യപ്പെടും. ഒരു സ്രാവിനെ പിടിച്ച് ചെമ്പട്ടിയിൽ വളർത്തിയാൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ആ ചെമ്പട്ടിയിൽ വലിപ്പം ഉണ്ടാവുള്ളൂ. അതേ സ്രാവിന്റെ ഒപ്പം കിട്ടിയ സ്രാവിനെ നമ്മൾ കുളത്തിലിട്ടാലോ അതൊരു 3 മീറ്റർ 4 മീറ്റർ വലുതാകും അതേ സമയമാകുമ്പോ. എന്നാൽ അത് നമ്മൾ പുഴയിൽ കൊണ്ടുപോയിട്ടാലോ അത് 10-15 മീറ്റർ വലുതാകും. അത് കടലിലാണെങ്കിലോ 150 മീറ്റർ വലുതാകും. അവയുടെ വലുപ്പം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അനുവദിക്കാനാണ് വേണ്ടത്. ഇവിടെ നമ്മുടെ മൈ ലൈഫിലെ ലീഡേഴ്സ് വളരാത്തതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കഴിവെന്താന്ന് നിങ്ങളുടെ ലീഡർക്ക് അറിയാത്ത കുഴപ്പമാണ്. നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളതെന്ന് പറയും. നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത്? പാടാൻ അറിയോ? കുറച്ചൊക്കെ പാടും. നിങ്ങൾ പാടോ? പാടൂല. പാടോ? പാടിയിട്ടേ ഇല്ല ജീവിതത്തിൽ. ഒരു പാട്ട് പാടിയിട്ടില്ല. കഥ പറയോ? പേരക്കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇങ്ങനെ പറ്റൂല. നിങ്ങൾക്ക് കഴിവില്ലേ? പറയേ. നിങ്ങൾ പേരക്കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതുവരെ? അംഗൻവാടിയിലെ കുട്ടികൾക്ക് പാടിക്കൊടുത്ത ഒരു പാട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല?
ദിവസം തോറും പൊന്മുട്ട നൽകുന്ന പുള്ളിത്താറാവേ. ഇതൊക്കെ പാടെ പഠിപ്പിക്കാനുള്ളത്. ഇത് പഠിച്ചാൽ അറിയാതെ പാടിയും പോവില്ലേ? അങ്ങനെ പാടണം. മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാ കഴിവുകളും മനസ്സിലാക്കാം. പോസ്റ്റർ നിർമ്മാണം അറിയുന്നവരെ ആ പണി ഏൽപ്പിക്കണം. അവരത് ചെയ്തിട്ട് ലീഡർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ലീഡർ ആശീർവാദം കൊടുക്കണം. ഇനി നീ തളരൂരണോ എന്ന് പറയണം. അങ്ങനെ അവനെ വളർത്തണം. അങ്ങനെ എല്ലാവർക്കും പല കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കിപ്പോ എല്ലാ കഴിവുണ്ടായിട്ടാണോ അമ്മ കെട്ടിച്ചയച്ചത് നിങ്ങളെ? അന്ന് മീൻ നന്നാക്കാൻ അറിയായിരുന്നോ? പിന്നെ പഠിച്ചതല്ലേ? ഘട്ടഘട്ടമായ അറിവല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഉലുവ കാണുന്നുണ്ട്, പഞ്ചസാര കാണുന്നുണ്ട്, വീട്ടിലിരുന്ന് എവിടെയാ മുളകിരിക്കണമെന്ന് കാണുന്നില്ലേ? അവിടെ അത്രമാത്രം നിങ്ങൾ അവിടെ കെയർഫുൾ ആയതുകൊണ്ടാണ്. ഇവിടെ മൈ ലൈഫ് എന്ന് കാണണം. ഞാൻ ചോദിക്കട്ടെ, 10,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1-ലും 10,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 2-ലും വന്നു കഴിഞ്ഞാൽ കമ്പനി ആർക്ക് എത്ര രൂപ കൊടുക്കും? 1200 കൊടുക്കും അല്ലെ? 5 ലക്ഷം ബിസിനസ് ഉള്ള ഓർഗനൈസേഷൻ 1-ലും 5 ലക്ഷം ബിസിനസ് ഉള്ള ഓർഗനൈസേഷൻ 2-ലും വന്നാൽ കമ്പനി ആഴ്ച ആർക്ക് എത്ര രൂപ കൊടുക്കും? വെരി ഗുഡ്. അവർ പ്ലാൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. ഇതന്നെ GTS വന്നാലുള്ള ഗുണം. പക്ഷെ 2,10,000 രൂപ കമ്പനി കൊടുക്കണമെങ്കിൽ ആ ആഴ്ചയിൽ എത്ര രൂപ മെച്ചാവണം? 17 ലക്ഷം മെച്ചായാൽ 2,10,000 രൂപ കിട്ടും. എന്നാ ഞാൻ പറയട്ടെ, ഈ 2,10,000 എന്നുള്ളത് ഒരു ലിമിറ്റേഷൻ ആ കമ്പനിയുടെ. പക്ഷെ TDF കമ്പനി ലിമിറ്റേഷൻ കൊടുത്തിട്ട് എത്ര ലക്ഷം തരും? അതല്ലേ 2,10,000 ആണ് കിട്ടിയത്. 2,51,208 കിട്ടിയില്ലേ? കമ്പനി തന്നില്ലേ? അപ്പൊ TDF വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ZTC എന്ന റാങ്കിൽ കണ്ടെത്താം. ZTC റാങ്കിലേക്ക് കടക്കാൻ ഒരു മാസത്തിലുള്ള ZTC കാണുന്ന ആൾക്കാരെ നോക്കി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ DTCകൾ? DTCയിൽ നിന്ന് ZTCയിലേക്കുള്ള ദൂരാണ് പറഞ്ഞത്. DTCകൾ തന്നെ ഇവിടെ ഒന്ന് കൈപ്പൊന്തിക്കോ. DTC ZTCയിലേക്ക് വരാൻ സാർക്ക് എത്ര സമയമുണ്ട്? ഇരുന്ന് പറഞ്ഞോളൂ സാർ. എത്ര BV വേണം? 3 lakh മതിയില്ലേ? നിങ്ങളുടെ ബാങ്കിൽ ആളുകളില്ലേ? ആളുകളുണ്ട്. ആ 3 ലക്ഷം ബിസിനസ് വോള്യത്തിന് ബാങ്കിൽ 6 ആൾക്ക് വീതിച്ചു കൊടുത്ത് 50,000 ഉണ്ടാക്കാൻ പറഞ്ഞാൽ പോലെ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ പോലെ. ആകെ 1.5 മാസത്തെ പണിയുള്ള ഈ 3 ലക്ഷം എന്നുള്ള സാധനം. പക്ഷേ ടീം വേണം. ടീമില്ലാതെ കളി കളിക്കരുത്. ടീം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. നിങ്ങളത് കൊടുത്തിട്ട് അത് നല്ലതാണെന്ന് പറയുന്ന ആളുകൾ. അപ്പൊ എന്റെ വീട്ടിലെ ബാത്റൂമില് അവിടെ നമ്മുടെ കോയൽ കിണർ ആയത് കാരണം 2 ബാത്റൂമിലും ചുവന്ന കളറായിട്ടുണ്ടായിരുന്നു ഫുള്ള്. എന്നാൽ ഞാൻ ഒരു 30,000-35,000 രൂപ കൊടുത്ത് അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി കരുതി ടൈൽസ് ഒക്കെ പോയി നോക്കി വന്നതാ ഞാന്. പക്ഷേ റഫീഖ് സാറും അതേപോലെ തന്നെ നമ്മുടെ ടീമിൽ ഇത് ഉപയോഗിച്ച് കുറെ ആൾക്കാർ എന്നോട് നിരന്തരം പറയുന്നത് അത് നിങ്ങൾ അതുകൊണ്ട് ശരിക്കും വലുതായിട്ടാണെന്ന് പറയും. എന്റെ ഭാര്യ എഴുതുന്നത് ഞാൻ കാണുന്നതല്ലേ. അവിടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അവിടെ ഒരു വിരുന്നേരം പോലും വിളിച്ചു വരുത്താത്തത്. കാരണം അത് കാണുമ്പോൾ അവര് പണിയെടുക്കണേ ഞാൻ എഴുതുന്ന ഇവിടെ തുറക്കണേ ഞാൻ വൃത്തിയാക്കണേ ഞാൻ തോന്നിപ്പോവില്ലേ? അത് അവരെ വേദനിപ്പിക്കണ്ടെന്ന് കരുതും ഞാൻ. പക്ഷേ എനിക്ക് പിന്നീട് ഒരു തീരുമാനം ഉണ്ടായി. നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഒരു 20 മിനിറ്റ് അത് തേച്ചിട്ട് നോക്കുക ആദ്യം. എന്നതിന് ശേഷം വരച്ച് നോക്കാന്ന് കരുതി. ഇപ്പൊ എന്റെ ടോയ്ലറ്റ് ഫുൾ ക്ലീൻ ആയി. പുതിയ ടൈൽസും എല്ലാം ആയി. 35,000 ലാഭല്ലേ? 35,000 ലാഭമായില്ലേ? അത് പൊളിക്കേണ്ടി വന്നോ? ഇല്ല. നമ്മൾ 35,000 കരുതി തുടങ്ങിയ പണി എന്തിവരെ അവസാനിക്കുള്ളൂ? 60,000 നമുക്ക് പോകുന്നത്. അത് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമ്മളൊന്ന് വേണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ആളുകളുണ്ട്, അതിന് ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ ബാത്തിങ് ബാറുകൾ എന്തൊരു നല്ല നല്ല സോപ്പുകളാണ്, ലക്ഷറി ബാത്തിങ് ബാറുകൾ. അതേപോലെ തന്നെ നമ്മുടെ പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന റൗണ്ട് ബാറുകൾ. ഇതൊക്കെ നീ യൂസ് ചെയ്യും. സ്ഥിരമായി യൂസ് ചെയ്യുകയാണെങ്കിൽ അവരറിയാതെ പറയും. അനിയന്റെ ഭാര്യ പറയുന്നുണ്ടായിരുന്നു എന്ത്, അവരുടെ ടോയ്ലറ്റ് ക്ലീനർ നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നമാണെന്ന്. എന്റെ അനിയൻ ഇതുവരെ അവരെ നമ്മുടെ പ്രോഗ്രാമിലൊന്നും പറഞ്ഞയക്കുമായിരുന്നില്ല. കാരണം എന്താ? ഞാൻ ഈ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട്. ഞാനാണെങ്കിൽ രാവിലെ സൂം, രാത്രി ഗൂഗിള്, ഇപ്പൊ എനിക്കല്ലേ ഒരു കാണുള്ളൂ. എന്റെ ടീമിൽ എല്ലാവർക്കും സുഖമാണ്. ഞാനല്ലേ ഇതൊക്കെ ചെയ്യണത്, ഞാനല്ലേ ഇത് ഓണാക്കണത്, ഞാനല്ലേ ഇവിടെ ഒച്ചപ്പാടുണ്ട. എന്റെ ഭാര്യനോട് പറയുന്നത് സൂമ് കേറില്ലെന്ന് ചോദിക്കും. എന്നോട് പറയും അതൊക്കെ കാണാൻ പാടാണ്. ഇതൊന്നും കേൾക്കില്ല. 5-6 വർഷമായിട്ട് അവിടെ പുല്ലറിയാൻ പറ്റുന്ന താത്താനോട് പോയി പ്ലാൻ ചോദിച്ചാൽ പറഞ്ഞിട്ട്. കാരണം എന്താ? ആൾക്കാർക്ക് മൊബൈലിൽ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടതായിട്ട്
അവർക്ക് കേൾക്കേണ്ടത് മാർഗമില്ലല്ലോ. ഞാൻ ഇങ്ങനെ നടന്ന് പറഞ്ഞോണ്ടേ ഇരിക്കുക ചെയ്യാം. പ്രദേശത്തൊക്കെ ഒരു പുതിയ ആളെ കിട്ടിയത് പഠിപ്പിച്ചു കൊടുക്കണം, വേറെ പുതിയ ആളെ കിട്ടിയാൽ പഠിപ്പിച്ചു കൊടുക്കണം, ഷാജി സാർക്ക് ഒരാളെ കിട്ടിയത് നാരായണ സാർ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് വെച്ച് വിളിക്കും, അതും പറഞ്ഞു കൊടുക്കണം. ഇതല്ലേ നമ്മുടെ പണി. ഓക്കെ, അപ്പൊ ലീഡേഴ്സ് ഒക്കെ ശ്രദ്ധിക്കാം. നമ്മൾ ചെറുതൊക്കെ ഒന്ന് ഹ്രസ്വമായി ചെറിയ കോഴി കുഞ്ഞുങ്ങൾക്ക് തള്ള കോഴി കൊത്തി നുറുക്കി അരികൾ കൊടുക്കുന്നത് പോലെ കൊടുക്കണം കുറച്ച് കാലം. പിന്നെയോ ചിക്കി കൊടുക്കണം. ഇനി കൊത്തിക്കുവാണെങ്കിൽ എന്ന് പറയണം. ചിന്ന കാണിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ കൊത്തിക്കൊളിച്ച് വേണമെങ്കിൽ അവിടെ പോയി നോക്കിക്കോ എന്ന് പറയണം. നാലാമത്തെ പെട്ട ആളെ പരിസരത്ത് കണ്ടതിന്റെ സ്വഭാവം മാറുന്നതാണ് കൊത്തി ആട്ടണം. ഇങ്ങനെ ചില ആളുകൾ വളർത്തൽ തന്നെയാണ് ഈ ബിസിനസ്. ഒരിക്കലും അപ്പലേ ലീഡറുകളെ കൊത്തിയാട്ടോ ഇല്ല. അയാളുടെ വരുമാനം നിങ്ങളും കൂടിയല്ലേ, അയാൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നോക്കണ്ടേ. അപ്പൊ പുതിയ ആളുകളെ കൊണ്ടുവരും തോറും നിങ്ങൾ ഞാൻ നോക്കാൻ അർഹനല്ല, എനിക്കത് പറഞ്ഞു കൊടുക്കാൻ യോഗ്യതയില്ല, എനിക്കത് പറയാനുള്ള സംസാര വൈഭവമില്ല എന്നൊന്നും കരുതല്ലേ. നിങ്ങളുടെ ലീഡർക്ക് അതൊക്കെ ഉണ്ട്. എനിക്കില്ലെങ്കിൽ എന്റെ ഉസ്താദുമാര് ലീഡേഴ്സ് ഉണ്ട്, അവരുടെ അപ്പനെ ലീഡേഴ്സ് ഉണ്ട്. കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ബലഹീനന്മാർ പോലും ബലവാന്മാരായി മാറും എന്നാണ്. അപ്പോ നിങ്ങൾ ബലഹീനതകൾ മറക്ക്, നിങ്ങൾക്ക് കഴിവില്ല എന്നുള്ള തോന്നൽ ഒഴിവാക്ക്, എന്നിട്ട് കഴിവോട് കൂടിയിട്ട് ഇതിൽ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് എന്റെ ഈ നല്ലൊരു മുഹൂർത്തത്തിൽ നിങ്ങളോട് സംസാരിക്കണം. ഞാൻ ഇവിടുത്തെ ഒരു ഗസ്റ്റ് ഒന്നുമല്ല, ആണോ? ഞാൻ ഇവിടുത്തെ ഒരാളാണ്. ഗസ്റ്റ് ആയിട്ട് തന്നെ കാണല്ലേ. ഞാൻ നിങ്ങളുടെ ഇടയില് ഇവിടെ വളർന്ന, നമ്മൾ ടീമായി വളർന്ന ഒരു കേന്ദ്രത്തിലെ ഒരു മെമ്പർ മാത്രം. അതുകൊണ്ട് തന്നെ ഗസ്റ്റ് എന്ന നിലയിലൊന്നല്ല ഞാൻ ഇവിടെ വരുന്നതും വന്നതും ഒന്നും. പക്ഷെ എനിക്കുള്ളൊരു ആഗ്രഹം, എന്റെ ടീമില് ഇപ്പൊ ഏകദേശം 8 STC ഉണ്ട്. പക്ഷെ അവരെ ഞാൻ 20 STC ആക്കി ഒരു കൊല്ലം കൊണ്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ റാങ്കുകൾ ചേഞ്ച് ചെയ്യണം, വരുമാനം കൂടുതലാക്കണം. കൃഷ്ണദാസ് സാർ എപ്പോഴും പറയാറുണ്ട്, ഒരു മാസം 1 ലക്ഷം ഇൻകം, അതാണ് നമ്മൾ ടീമിന്റെ ലക്ഷ്യം എന്ന് പറയാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് എനിക്കൊരു മാസം 1 ലക്ഷം ഇൻകം ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ ടീമായി പലപ്പോഴായി കിട്ടിപ്പോകുന്ന എനർജി വേർഡുകൾ മനസ്സകത്ത് കൊത്തിവെച്ച് വജ്ര ലിപികളെ പോലെ അതിനെ ആലേഖനം ചെയ്ത് ഉല്ലേഖനം ചെയ്തുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് പ്രവൃത്തിപഥത്തില് അക്ഷീണം പ്രവർത്തിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ, സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കാം. സുനിൽ സാർ ATC റാങ്കിലാണുള്ളത്. എത്രയും പെട്ടെന്ന് തന്റെ ലോയൽറ്റി ബോണസ് കമ്പനി നൽകുന്ന അച്ചീവ്മെന്റിലേക്ക്, ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്ററിലേക്ക് സുന്ദരമായി അദ്ദേഹം നമ്മുടെ ഡീറ്റെയിൽസ് പ്രസന്റേഷൻ ചെയ്തു. വളരെ ഭംഗിയായിട്ട് അടുത്ത ഓരോ സ്ലൈഡുകളും വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ പോലും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടാവുന്നില്ല. നിങ്ങളൊന്ന് MBA പഠിച്ചു വന്ന് ഇറങ്ങിയാൽ റിച്ചിനാർ പൂവണ്ടാറിനെ പറ്റി പറഞ്ഞു നോക്കാം. അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് പല MBA പഠിച്ച ആൾക്കാരോടും. ഞാനിത് പറയുന്നത് കേട്ടിട്ട് അവർ പറഞ്ഞു സാർ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചത്? ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, GTS എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി, അതിൽ നിന്ന് പഠിച്ചതാ. നമ്മുടെ സ്വഭാവ സംസ്കരണം എവിടുന്നാ പഠിപ്പിക്കുക? FSS-ൽ. അതൊരു 350 രൂപ കൊടുത്താൽ ഒരു 1 ഡേ കോഴ്സ് ആണത്. അത് എവിടെ നിന്നും കിട്ടൂല നിങ്ങൾക്ക്. FSS കേട്ടിട്ടുണ്ടോ? നെക്സ്റ്റ് FSS എപ്പോ ഉണ്ടെങ്കിലും നമ്മൾക്കൊപ്പം GTS-ന്റെ ഭാഗമായിട്ട് FSS നമുക്ക് നടത്താം. ഒരു 1 ഡേ നമുക്കത് നടത്താം. എല്ലാവരും കൂടി ചേർന്നാൽ ഇതൊക്കെ വലിയ കൊളാബറേഷനാ. എല്ലാവർക്കും വിജയിക്കണം അല്ലേ? നിങ്ങളെ ലീഡർ ഗൾഫിലായിക്കോട്ടെ, നമ്മളെ നോക്കണ്ട, നിങ്ങളെ നോക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കമ്പനിയുടെ ലീഡേഴ്സ് ആണ് ഞങ്ങളൊക്കെ, മനസ്സിലായില്ലേ? അതുകൊണ്ട് കമ്പനിയുടെ അഡ്വൈസറി ബോർഡിലേക്ക് കയറി ചെല്ലാൻ വിധി വന്ന എനിക്ക് നിങ്ങളോട് ഹൃദയത്തോട് പറയാനുള്ളത്, കമ്പനി നിങ്ങളോടൊപ്പമുണ്ട്, മാനേജ്മെന്റ് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അവിടെ ശബ്ദിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങളുടെ പ്രതിനിധികളാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടാകുന്നതൊക്കെ ഞങ്ങൾ അറിഞ്ഞാൽ അതിനുവേണ്ടി ഉദ്ദേശിച്ച പ്രഖ്യാപനം നടത്താനും അവിടെ പോയിട്ട് ശബ്ദിക്കാനും മീറ്റിങ്ങുകളിൽ ആ കാര്യങ്ങൾ നേടിത്തരാനും പറ്റും. ഇതിന്റെ ഒരൊറ്റ ഇടപെടൽ കൊണ്ടാണ് നമ്മുടെ ഫുൾ ആൻഡ് വന്നത്. അറിയോ? ഫുൾ ആൻഡ് പ്രൊഡക്റ്റ് അറിയില്ലേ? അത് കൊണ്ടുവന്നത് ഞാനോട് ശബ്ദിച്ചത് കൊണ്ടാണ്. മുമ്പേ ഞാൻ എല്ലാ ലീഡേഴ്സിനോടും പറയും, മൈ ലൈഫിൽ വർക്ക് ചെയ്യുമ്പോൾ മാനസികമായ പല പ്രയാസങ്ങളുണ്ട്, നിങ്ങൾക്ക് ശോധനയ്ക്കുള്ള ഒരു പ്രൊഡക്റ്റ് കയ്യിലില്ല നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഫുൾ ആൻഡ് കൊണ്ടുവന്നത്. അത് സ്ഥിരമായി യൂസ് ചെയ്യാം, അസുഖം വരുന്നതിന് മുമ്പ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളപ്സിനെയും അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലത്തെ അസിഡിറ്റി, ഗ്യാസ്, നെഞ്ചരിച്ചൽ, പൊളിച്ചു തരട്ടൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഗ്യാസ്ട്രിറ്റിസ് ഉണ്ടാവില്ല. ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. എല്ലാവരും ഫുൾ ആൻഡ് പതിവാക്കുക. അതിനോടൊപ്പം ഇമ്മ്യൂണോതെറാപ്പി കൊടുത്തു കഴിഞ്ഞാലോ അനുബന്ധ പ്രശ്നങ്ങൾ ക്രോണിക് ആവട്ടെ അക്യൂട്ട് ആവട്ടെ ഒന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാം. സുനിൽ സാർക്ക് നല്ലൊരു കൈയടി കൊടുക്കാൻ.
എന്റെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് ഇന്ന് MC നിർവഹിച്ചു. ഇന്ന് ആരായിരുന്നു MC? നിങ്ങൾ തന്നെയാണോ? ഞാൻ എന്റെ ഫോട്ടോ പോലും കണ്ടില്ല, കാരണം അത്രയും തിരക്കിലായിരുന്നു. പയ്യെ 3-4 ദിവസമായിട്ട് ഞാൻ ഗസ്റ്റാണ് അത്രയും നാളോ പറഞ്ഞിട്ടു, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ വന്നതാ. അപ്പൊ അല്ലെങ്കിൽ ഞാൻ JTSന്റെ കോർ ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലും ഒരു താങ്ക്സ് പറയാനെങ്കിലും കയറും. കാരണം നമ്മുടെ പ്രധാന ലീഡേഴ്സ് എല്ലാവരും എനിക്ക് വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വന്നിരുന്നു. അപ്പൊ എല്ലാവരും ശരിക്കോ ശരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ലാഫിംഗ് തെറാപ്പിസ്റ്റ് ആയിട്ട് മാറണത്. നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് ചിരിച്ചു നോക്കാം. ഇതുവരെ നിങ്ങൾ കൈ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? കൈ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ എനിക്കൊന്ന് ചിരിച്ചിട്ടൊന്ന് കൈതാ, ആൾക്കാർ കാണണ്ടേ? എന്റെ മൊത്തം ഇവിടെ കോൺഫിഡൻറ്റോട് ഇവിടെ നോക്ക്. താങ്ക് യു. അങ്ങനെ കോൺഫിഡൻറ്റോട് കൂടി ഈ 2 കമ്പനികത്തിന്റെ ഇടയിലേക്ക് നോക്കിയിട്ട് സംസാരിച്ചു നോക്ക്. അയാൾ നിങ്ങളിൽ എന്തോ ഒരു മാസ്മരികത കാണും, മനസ്സിലായില്ലേ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരാള് ചെന്നിട്ട് ചോദിച്ചു, സാറേ അവിടെ ട്രെയിൻ എപ്പോഴാണ് വരാന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ 1/2 മണിക്കൂറിനുള്ളിൽ വരുന്നതാണ്. ഞാൻ എന്നിട്ട് അങ്ങനെ പോയി. അയാളുടെ ഓടി വരുന്നോട് ചിങ്ങം ഇങ്ങനെ തൊട്ടപ്പോ എനിക്ക് എന്തോ തോന്നി. ഞാനെന്ത് തോന്നി? ഞാനിപ്പോ എത്ര ആൾക്കാരെ തൊടുന്നു, അയാൾക്ക് എന്തോ തോന്നി. അപ്പൊ ആ ഒരു നൈർമല്യത തോന്നി കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് സാർ എന്ന് ചോദിക്കും. ഞാൻ എന്നാൽ മലപ്പുറത്തുനിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഒരാളുടെ അവിടെ ചെടിത്തോട്ടത്തിൽ പുല്ല് പെറുക്കണം. ഞാൻ വേഗം കയറി ചെന്നിട്ട്, നമസ്കാരം സാർ, ഞങ്ങൾ പ്രോഗ്രാം ആയിരുന്നത് നിങ്ങളുടെ ഇത്രയും കാറൊക്കെ നിർത്തിയിട്ട് കണ്ടില്ലേ, ഞങ്ങൾ പ്രോഗ്രാം ഒന്ന് കേൾക്കാൻ അടുത്ത ആഴ്ച ഒന്ന് വരാൻ പറ്റുമെന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ KSEB റിട്ടയർഡ് ആയ ആളാണ്, ഇവിടെ എന്ത് പ്രോഗ്രാമാ വെച്ചു. നമ്മൾ ഹെൽത്തിന്റെ വെൽത്തിന്റെ ഒക്കെ കാര്യങ്ങൾ സംസാരിക്കണം, ഫ്രീഡം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ വരാം, നമ്പർ എഴുതി വെച്ചോളി. എന്തേ പറഞ്ഞേ? ഒരു മിനിറ്റ് പ്ലാൻ പറയാൻ ആവശ്യമുള്ളൂ. നിങ്ങളുടെ റോബോട്ടിന്റെ കിയോസാക്കി രക്ഷിട്ടാണ് പൂവുണ്ടാകുന്നത് പറയാൻ നീച്ച് ഓടും. പിന്നെ പുല്ല് പറിക്കൂല, പുല്ല് പറിക്കണമെങ്കിൽ പുല്ലവിടെ മുളക്കൂല, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് അങ്ങനെ ചെയ്യാട്ടോ. ഇന്ന് TC മുതൽ കമ്പനിയുടെ ഓരോ റാങ്കിലും ഇവിടെ കയറി വന്ന ആളുകൾ, നിങ്ങൾക്ക് TC റാങ്ക് എന്ന് പറഞ്ഞാൽ ടീമിന്റെ കോർഡിനേറ്റർ പദവിയാ. എല്ലാ കാര്യങ്ങളും ലീഡറോട് കൂടെ ചെയ്ത് നോക്കുക. ലീഡറോട് പറയാം, ഞാൻ എന്താ ടീമിൽ ചെയ്യേണ്ടത് സാർ, എന്നെ ഏൽപ്പിക്കേണ്ടത് എന്നെ ഏൽപ്പിക്കും സാർ. ഒരു കല്യാണ സഭയിൽ ചെന്നിട്ട് നമ്മൾ ആദ്യം വീട്ടുകാരനെ കണ്ടിട്ട് പറയണം, ഞാൻ എന്താ ചെയ്യുന്നത്, എന്നെ ഏൽപ്പിക്കേണ്ട എന്തെങ്കിലും പണികളുണ്ടോ. അയാൾ മനസ്സിലുള്ള ഭാരങ്ങൾ പോകും, ടെൻഷനാണ് തരും. തലേ ദിവസം ചെന്നിട്ട് കുടുംബക്കാരാണെങ്കിൽ ചോദിക്കണം, എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റായില്ല, എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല സാർ, ആ ചോദ്യം തന്നെ മതി. അമ്മമാർ ഇന്ന് വരെ വിളിച്ചിട്ടില്ല, അതൊന്നും കടന്നു നോക്കിയിട്ടില്ല. ഇങ്ങനെ പറയും, മനസ്സിലായില്ലേ? ആ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കാം. പിറ്റേ ദിവസം അവിടെ ചെന്നിട്ട് ചോദിക്കാം, കടങ്ങൾ വല്ലതുണ്ടോ? ആ കടൽ 4 ലക്ഷം, അതൊക്കെ ഇല്ലാതെ കുട്ടിയെ കെട്ടിച്ച കാര്യമല്ലേ, അതൊന്നും ഒരു സഹാരാക്കണം, ടെൻഷൻ വേണ്ട. എന്നാലും ദൈവം അനുഗ്രഹിച്ചിട്ട് വലിയ ഭാഗ്യവാനാണ്. 4 ലക്ഷം എല്ലാം കടവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ നോർമലാക്കി കൊടുക്കുക. അത് പ്രസവന്റെ വീട്ടിൽ ചെന്നിട്ട് അപ്പുറത്തെ കുട്ടി പ്രസവിച്ച് കുട്ടി മരിച്ചത്രേ, മറ്റൊരു ഓപ്പറേഷൻ ആണത്രേ. അങ്ങനെ ടെൻഷൻ കയറ്റിച്ച് പോകാതെ നമുക്ക് അറിയുള്ളൂ. ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ, ഒരു പ്രശ്നങ്ങളെ ഭാരം അയച്ചു വെക്കാൻ, നിനക്ക് നിങ്ങൾക്ക് കഴിവുണ്ടോ, ദൈവം നിന്റെ കൂടെ ഉണ്ടോ, ഞങ്ങളൊക്കെ ചേച്ചി ടെൻഷൻ അടിക്കണം എന്ന് പറയാൻ നമുക്കൊക്കെ കഴിയണം. അതാണ് മൈ ലൈഫ് നിങ്ങൾക്ക് നൽകുന്ന ഊർജ്ജവും ആയ ആളുകൾ. ഞാൻ പറയാണ്, എല്ലാരെയും കമ്പനി വിളിക്കുന്ന കോർഡിനേറ്ററെ, ഏരിയ ടീം കോർഡിനേറ്ററെ, ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്ററെ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന് ചെയ്യാനുള്ളതൊക്കെ കൂടിച്ചേർന്ന് ചെയ്യാനുള്ളതാണ്. എന്തെങ്കിലും കുറവ് നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് അവർ മനസ്സിലാക്കുകയും ഇന്ന് മുതൽ മൈ ലൈഫിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നല്ലൊരു വരുമാനമുള്ള ഒരു വലിയൊരു ഐശ്വര്യ ജീവിതം കാഴ്ചവെക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ അച്ചീവ്മെന്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള, ഇതിനെ കാണാനും ആനന്ദകരമായി ആസ്വദിക്കാനും വന്നിട്ടുള്ളവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി ആദ്യമേ പ്രകാശിപ്പിക്കാം. ഒരുപാട് ലീഡേഴ്സ് TDC, അതിന് പുറമെ ZTC TDF ബോണസ് അച്ചീവർമാരാണ്. അവരൊക്കെ നാളുകളിൽ STCയും RTCയും ഒക്കെ ആയിട്ട് വരാനുള്ളവരാണ്. എനിക്ക് കൃഷ്ണദാസ് സാറൊക്കെ വളരെ സന്തോഷത്തോടെ വളരെ പെട്ടെന്ന് തന്നെ എന്റെ LTCയിലും കയറി വരട്ടെ. ഞങ്ങൾ ജ്യേഷ്ഠന്മാർ അനിയന്മാരെ പോലെ ജീവിക്കുന്നതാണ് അവിടെ. അതിലാണ് സന്തോഷം. ഇവിടെ നിന്ന് കിട്ടിയ അറിവാണ് അവിടെ പലതും പറയാണ്ടാവുക, അവരിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾക്ക് പറയാണ്ടാവുക. ഞങ്ങൾ പറയും, ബാങ്ക് മാനേജറായിരുന്ന ആൾക്കാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അവര് പറയും, പല പ്രവാചക വൈദ്യം അതൊക്കെ ചെയ്തിരുന്ന മൂല്യന്മാരൊക്കെ ഇതിലുണ്ടേ, ഫോട്ടോ കണ്ടില്ലെന്ന് പറയാൻ പറ്റണം. എല്ലാരും അങ്ങോട്ട് ഇവിടെ വിൽപ്പന നടത്തണം. ഇത് വിൽപ്പന പഠിപ്പിക്കല്ലേ? അങ്ങനെയാണ് അച്ചീവ്മെന്റ് പാർട്ടികളൊക്കെ നടത്തുന്നതിന് കോൺഫിഡന്റ് ആണ്. നിങ്ങൾ ഉപയോഗിച്ച ഒരു
ഉൽപ്പന്നം നിങ്ങളോട് കളവ് പറയില്ല. നിങ്ങൾ അകത്തേക്ക് പോയതൊന്നും നിങ്ങൾക്ക് ദോഷം ചെയ്യില്ല. നിങ്ങൾ എത്ര വേണ്ടത് വാരിക്കോരി തിന്നാലും നിങ്ങൾക്ക് അത് ഉപദ്രവമാകില്ല. അങ്ങനത്തെ സൈഡ് എഫക്ട് ഇല്ലാത്ത ഫാസ്റ്റ് ആക്ഷൻ ഉള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദ വെൽനസ് ഉൽപ്പന്നങ്ങൾ